നമുക്ക് അടുത്ത് വരുന്നത് നല്ലൊരു ലൈറ്റ് പിസ്സ ഗ്രീൻ്റെ ഷെയ്ഡായിട്ട് നല്ല രസം ഈ ഒരു ഐറ്റം കാണാൻ. കാരണം ഹെവി ആയിട്ട് നമുക്ക് ആ ഒരു ഗ്ലാസ് വർക്കിൻ്റെ പാറ്റേണിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ ത്രെഡ് വർക്കാട്ടോ. കോട്ടൺ, നെറ്റ് കോട്ടയുടെ നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. ദുപ്പട്ടയാണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് ഷിഫോൺ മെറ്റീരിയലിൽ ഫുൾ വർക്ക് വരുന്ന മോഡൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പാറ്റേൺ. നമുക്ക് തയ്ച്ചിട്ടാൽ ഭയങ്കര ലുക്കാണ് ഈ ഒരു ടൈപ്പ് ഐറ്റംസ്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. വാഷ് ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്പർ വരുന്നത് AC 193, 1300 റേഞ്ച് ഉണ്ടായിരുന്ന ഐറ്റമാണ്. നമുക്ക് ഓഫർ പ്രൈസ് 990 ഉള്ളൂ, 990. നെക്സ്റ്റ് വരുന്നത് പ്യോർ ക്രേപ്പ് ഫാബ്രിക്, ജോർജറ്റിൽ പ്യോർ ക്രേപ്പ്. അതിൻ്റെ അകത്ത് ഫുള്ള് വർക്കാട്ടോ, ത്രെഡ് വർക്ക്. ഇതിങ്ങനെ പല രീതിയിൽ വരുന്നുണ്ട്. യോക്കിൽ മാത്രം ചെറിയ ഹാൻഡ് വർക്ക്, അതല്ലാതെ വർക്കൊന്നും ഇല്ലാതെ ബാറ്റിക്കിൻ്റെ പ്രിൻറ്റ് മാത്രമായിട്ട്, അങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻസിൽ വരുന്ന ഐറ്റംസ് ഉണ്ട്. ഓരോന്നിൻ്റെയും അതിൻ്റെ വർക്കിനും ആ മെറ്റീരിയലാണെങ്കിലും ചെറിയ വേരിയേഷനില്ല. അതിനനുസരിച്ച് റേറ്റ് കൂടുകയും കുറവൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം കൂടിയ ഫാബ്രിക് ആട്ടോ. നല്ല ഫാബ്രിക്കിൽ ഫുൾ ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല ജെറ്റ് ബ്ലാക്ക് ആണ്. ദുപ്പട്ടയ്ക്കകത്ത് ഫുൾ പ്രിൻറ്റ്, ടോപ്പിൻ്റെ അകത്താണ് ഫുള്ളായിട്ട് വർക്ക് കൊടുത്തേക്കുന്നത്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക് ആട്ടോ. സാറ്റിൻ സിൽക്കും ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് റേറ്റ് കൂടുകയും കുറയും ചെയ്യുന്നത്. ചിലതിൻ്റെ അകത്ത് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ തന്നെ ബോട്ടത്തിനും വെക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ലൈനിങ് കൂടെ ചേർത്തിട്ടാണ് പക്ഷേ സാറ്റിൻ സിൽക്കും ബട്ടർ ക്രേപ്പും വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ശകലം പൈസ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ വന്നിരുന്നതിൻ്റെ അകത്ത് ഇത്രയും ഹെവി ഡിസൈനൊക്കെ ആ ഒരു ബോട്ടം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 2000 എബോ റേഞ്ച് പോകും. അപ്പോൾ അതല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഇത് റേറ്റ് കുറഞ്ഞ് കിട്ടുന്നതിൻ്റെ കാര്യം അതാ കേട്ടോ. അപ്പോൾ ഇത് നല്ല രസമായിട്ട് ബ്ലാക്ക് ഷെയ്ഡ്, ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക്, ക്രേപ്പ് ഇഷ്ടമുള്ളവർക്ക് നല്ല രസമായിട്ട് കിടക്കുന്ന റേറ്റുമാണ്. സ്ഥിര ഉപയോഗത്തിനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൂടിയ ഫാബ്രിക്കാണ്, ഒരു ശക്കലും കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം. നമ്പർ AD 755. ഇത് 1660 വരെ. നമുക്ക് ഇതിൻ്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 1380 രൂപയുള്ളൂ, 1380. അത് നല്ല കളറാട്ടോ, ലാവണ്ടറിൻ്റെ ഭയങ്കര രസമുള്ള ഷെയ്ഡ്. സെൽഫായിട്ട് നമുക്ക് അതിൻ്റെ അകത്തൊരു ഡിസൈൻ പോയിട്ടുണ്ട്. ക്രഷ്ഡ് ഡിസൈൻ പോലെ തോന്നിക്കും. അതിൻ്റെ അകത്ത് ആ ഒരു സെൽഫ് ഡിസൈനും കളർ കോമ്പിനേഷനും ഒക്കെ നല്ല കേട്ടോ. ദുപ്പട്ട ഫുള്ളായിട്ട് ഫ്ലോറൽ ഡിസൈൻ, നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ്. നമ്മൾ സാധാരണ വരുന്ന സെമി ടസറിൻ്റെ മെറ്റീരിയൽ അല്ല കേട്ടോ, കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടൊരു ഫാബ്രിക്കാണ്. സെമി സിൽക്കിൽ ക്രഷ്ഡ് ആയിട്ട് ചെയ്തേക്കുന്ന ഒരു ഡിസൈൻ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡും സെയിം തന്നെയാണ് കേട്ടോ. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. നമ്പർ V371. ഇത് 1700 റേഞ്ചായിരുന്നു. നമുക്ക് ഇതിൻ്റെ ഓഫർ പ്രൈസ് വെറും 1150 രൂപയുള്ളൂ, 1150. നെക്സ്റ്റ് വരുന്നത് ബ്ലൂ കളറ്. എല്ലാവരും തന്നെ ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് ആട്ടോ. ഇത്രയും ആ ഒരു ക്രഷ് ഡിസൈനിൽ ഫുൾ ഗ്ലാസ് വർക്ക് ഒട്ടിച്ചിരിക്കുന്ന പാറ്റേൺ. ഇത് പുതിയതായിട്ട് ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മെറ്റീരിയൽ സെമി മോഡലിൻ്റെ സോഫ്റ്റ് മെറ്റീരിയലാണ് ടോപ്പിന് വന്നേക്കുന്നത്. സെപ്പറേറ്റ് വാഷ് ചെയ്യണം, ഒത്തിരി എപ്പോഴും എടുത്ത് വാഷ് ചെയ്ത് കേട്ടോ, കാരണം മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റാണ്. ദുപ്പട്ട അടിപൊളി കേട്ടോ, നല്ല ഡിസൈൻ. ഫുള്ളായിട്ട് ആ ഗ്ലാസ് വർക്കും ബാന്തിനിയുടെ ഒരു പ്രിൻറ്റുമാണ് ഇതിൽ പോയേക്കുന്നത്. ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഭയങ്കര ഹിറ്റായിട്ട് ഓടിയ ഒരു ഐറ്റം ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. നമ്പർ വരുന്നത് AC 701. 1000 റേഞ്ചായിരുന്നു. നമുക്ക് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് 799 രൂപയുള്ളൂ, 799.